ഒറ്റ മൈൻഡിൽ തമിഴ്നാട് വരെ പോകാമെന്ന് വിചാരിച്ചു ഞാൻ തലശ്ശേരി എത്തി ട്രെയിൻ കയറി ഉറങ്ങാതെ ഞാൻ ഈറോഡ് ബസ് സ്റ്റാൻഡിൽ 5-8 മണിക്കൂർ വെളുപ്പിന് വന്ന് ഇറങ്ങി. ഇറങ്ങാത്തത് കൊണ്ട് തന്നെ കിളിയും കിളിക്കൂടും പറന്നു പോയിരിക്കുകയാണ്. അങ്ങനെ ഈറോഡ് ബസ് സ്റ്റാൻഡിൽ ആദ്യമായിട്ട് വന്നു. തമിഴിൽ എഴുതി ബോർഡ് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളിയും കിളിക്കൂടും വീണ്ടും പറന്നു. ഞാൻ റൊമ്പ തമിഴ് പേസി പിടിച്ചിറക്കി അങ്ങനെ ബസ്സിൽ കയറി പണ്ണാതെ പണ്ണി ഗ്രാമങ്ങൾ ആസ്വദിച്ചു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നിരത്തി കടികൾ മല പോലെ കുട്ടിവെച്ചേക്കുന്നു. ചിട്ട ബജി ഞാൻ ആസ്വദിച്ചു. അപ്പോഴാണ് ചായ കണ്ണെൻ്റെ കിളി പോയത്. അടുത്ത 3 ഗ്ലാസ് ചായ കുടിച്ചാലാണ് നാട്ടിൽ 1 ഗ്ലാസ് ചായയുടെ വലിപ്പമാകുക. ഒട്ടും അപ്ഗ്രേഡ് ആവാതെ 2018 കുപ്പി പാൻറ്റുകളാണ് ഇവിടുത്തെ സഹോദരങ്ങൾ ഇട്ടു പോകുന്നത്. നല്ല ചൂടുണ്ട്. താജ്മഹൽ ഉപ്പിലിട്ട് വെച്ച പോലത്തെ കോളേജിലോട്ടാണ് ഞാൻ നേരെ വെച്ച് നടന്നത്. കോളേജിൽ നടന്നപ്പോൾ തന്നെ എൻ്റെ കിളിയും കിളിക്കൂടും വീണ്ടും ഉപ്പിലിട്ട പോലെ ആയി. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി മലയാളികളിലെ ചിക്കൻ നൂഡിൽസ് കഴിച്ചു. ചിക്കൻ നൂഡിൽസ് എന്ന് പറഞ്ഞിട്ട് കുരുമുളക് പോലെ ചിക്കൻ എനിക്ക് കിട്ടി. എന്തായാലും ഇളകി പറഞ്ഞ ബസ്സിൽ ഞാൻ യാത്ര തുടർന്നു. നല്ല ഗ്രാമങ്ങൾ ഞാൻ കണ്ടുകൊണ്ടേയിരുന്നു. എത്ര അപ്ഗ്രേഡ് ആയാലും ഏയും പോലീസും ഇല്ലാത്ത നാടാണ്. ആരും ഹെൽമെറ്റ് വെക്കത്തില്ല. എന്തുട്ട് നിയമങ്ങളാണെന്നാണ് അറിയുന്നത്. ബജ്ജി കട്ട് ചെയ്തൊരു സാമ്പാർ പോലത്തെ സാധനം ഇട്ട് തരും. വായിൽ വെക്കാൻ കൊള്ളാം. നല്ല ഉപ്പിലിട്ട സംഭവം അവിടെ നീറോഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എനിക്ക് കിട്ടി. അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ പറി പറന്നുപോയ അവസ്ഥയിൽ എരിഞ്ഞെങ്കിലും ഞാനതൊന്നും പുറത്ത് കാണിക്കാതെ നല്ല സ്ട്രോങ് ആയി പിടിച്ചു നിന്നു. വീണ്ടും വടയും കാനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് അടുത്തൊരു കടി കിട്ടി. വേറെ ഒന്നും ഇവിടുത്തെ കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ 3 രൂപേൻ്റെ പോലത്തെ ചായ 15 രൂപ കൊടുത്ത് കുടിച്ചു. അപ്പോൾ വലിയ ഗ്ലാസ് വേണമെന്ന് പറഞ്ഞ് ഒച്ചപ്പാടാക്കി വീണ്ടും വലിയ ഗ്ലാസ്സിൽ ചായയും കുടിച്ച് ഞാൻ റിവെഞ്ച് ഇട്ടു. അങ്ങനെ പോകുമ്പോൾ പോലീസ് പൊക്കി. പ്രശ്നമേ കിടയാതെ പാക്കലാം. നമ്മുടെ നാട് പോലെ ഒന്നുമില്ല. ഇവിടെ പോലീസിനൊക്കെ പുല്ല് വിലയാട്ടോ. ഒന്നും നോക്കിയില്ല. അത്രയും അടുത്ത് വെറുത്തു. അജാതി കാലാവസ്ഥ അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കണ്ടപ്പോൾ തന്നെ ഇനി ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോയില്ല തീരുമാനിച്ചു. അടിസാക്കി അങ്ങനെ വാളയാർ പരമശിവം വഴി വാളയാർ വഴി കേരളം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ശ്വാസം വിട്ടത്. ഇനി എന്തായാലും അടുത്ത ദിവസം നമുക്ക് കൊച്ചി പോകണം. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ആയിട്ട് വീണ്ടും വരെ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ബൈ കേട്ടോ. ഇവിടെ പോയാൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യാം.